ഗൈസ്, ഇന്ത്യയുടെ AFC Under-20 വുമൺസ് ഏഷ്യൻ കപ്പിന്റെ ക്വാളിഫിക്കേഷൻ മത്സരങ്ങൾ നാളെ ആരംഭിക്കുകയാണ്. 8 ഗ്രൂപ്പുകളിലായിട്ട് 33 ടീമുകളാണ് ഈ ഒരു ക്വാളിഫിക്കേഷൻ പ്രോസസ്സിൽ ഉള്ളത്. അതിൽ നിന്ന് 8 ഗ്രൂപ്പ് ചാമ്പ്യൻസിനും 3 സെക്കൻഡ് പ്ലേസിൽ എത്തുന്ന ടീമിനുമാണ് ഒരു യോഗ്യത നേടുന്നത്. അപ്പോൾ 11 ടീമുകളാവും. ഒരു ടീം ഹോസ്റ്റ് നേഷൻ എന്ന നിലയിൽ ഓൾറെഡി ക്വാളിഫൈഡ് ആയി കഴിഞ്ഞു. തായ്ലൻഡാണ് ആ ഒരു ടീം എന്ന് പറയുന്നത്. ഇന്ത്യ ഇന്തോനേഷ്യയ്ക്കും മ്യാൻമാറിനും തുർക്കമെനിസ്ഥാനും ഒപ്പം ഗ്രൂപ്പ് ഡിയിലാണുള്ളത്. ഓഗസ്റ്റ് 6, ഓഗസ്റ്റ് 8, ഓഗസ്റ്റ് 10 എന്നീ ദിവസങ്ങളിലാണ് ഇന്ത്യയുടെ മത്സരങ്ങൾ നടക്കുന്നത്. ഈ മത്സരങ്ങളൊക്കെ നടക്കുന്നത് മ്യാൻമാറിൽ വെച്ചിട്ടായിരിക്കും എന്നുള്ളതാണ്. ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം സ്വീഡിഷ് പരിശീലനമായിട്ടുള്ള ജോക്കിം അലക്സാണ്ടേഴ്സൺ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു പരിശീലകന്റെ അണ്ടറിലാണ് ഇപ്പോൾ കുറച്ച് നാളുകളായിട്ട് ആ ഒരു ടീം കളിച്ചു വരുന്നത് എന്നുള്ളതാണ്. 23 അംഗ ഒരു സ്ക്വാഡിനെ പ്രഖ്യാപിച്ച് കഴിഞ്ഞിട്ടുണ്ട് ഇദ്ദേഹം. എന്താണെങ്കിലും നാളെയാണ് ആദ്യത്തെ ഒരു മത്സരം നടക്കാനായിട്ട് പോകുന്നത്. ആദ്യ മത്സരത്തിൽ കളിക്കാൻ പോകുന്നത് ഇന്തോനേഷ്യക്കെതിരെയാണ്. അത് കഴിഞ്ഞ് ഉള്ള മത്സരത്തിൽ തുർക്കമെനിസ്ഥാനെയും പിന്നീട് മ്യാൻമാറിനെയുമാണ് നേരിടുക എന്നുള്ളതാണ്. എന്താണെങ്കിലും ഇന്ത്യ സമീപകാലത്ത് കളിച്ചിട്ടുള്ള മത്സരങ്ങൾ, പ്രത്യേകിച്ച് ഈ ഒരു 2025 കളിച്ചിട്ടുള്ള മത്സരങ്ങളുടെ റിസൾട്ടുകൾ നമുക്ക് നോക്കാം. അതിന് മുമ്പ് 2024 Under-19 സാഫ് ചാമ്പ്യൻഷിപ്പിൽ ഇന്ത്യക്ക് വിജയിക്കാൻ സാധിച്ചിരുന്നു. ബംഗ്ലാദേശിനെയാണ് ഫൈനലിൽ പരാജയപ്പെടുത്തിയിട്ടുണ്ടായിരുന്നത്. ഈ വർഷം കളിച്ചിട്ടുള്ള മത്സരങ്ങൾ ജോർദാനെതിരെയാണ് ആദ്യ മത്സരം 2-1 എന്ന് പറയുന്ന നിലയിൽ ഇന്ത്യ വിജയിച്ചു. ഹോങ്കോങ്ങിനെതിരെ 1-0 എന്ന വിജയം. ശക്തരായിട്ടുള്ള റഷ്യക്കെതിരെ 3-0 പരാജയപ്പെടേണ്ടി വന്നു. എന്നാൽ ഏറ്റവും ഒടുവിൽ കളിച്ചത് ഉസ്ബെക്കിസ്ഥാനെതിരെയുള്ള 2 മത്സരങ്ങളാണ്. ആദ്യത്തെ മത്സരം 1-1 ഡ്രോ ആയെങ്കിൽ അടുത്ത മത്സരത്തിൽ 4-1 എന്ന് പറയുന്നൊരു വിജയം തീർച്ചയായിട്ടും AFC ക്വാളിഫയേഴ്സിലേക്ക് വരുമ്പോൾ ഇന്ത്യയുടെ കോൺഫിഡൻസ് കൂട്ടുന്ന ഒരു മത്സരം തന്നെയായിരുന്നു ഇത് എന്നുള്ളതാണ്. ഇന്ത്യ ഏറ്റവും ഒടുവിലായിട്ട് ഈ ഒരു ടൂർണമെൻറ്റിൽ കളിച്ചത് 2006 എങ്കിൽ ഇത്തവണ യോഗ്യത നേടിക്കഴിഞ്ഞാൽ 20 വർഷത്തിന് ശേഷമുള്ള ഒരു യോഗ്യതയാകും ഈ ഒരു കാറ്റഗറി. ഇന്ത്യയുടെ ഓരോ ഒപ്പണൻസിനെ പറ്റി പരിശോധിക്കുമ്പോൾ ആദ്യത്തെ ഒപ്പണൻസ് ആയിട്ടുള്ള ഇന്തോനേഷ്യയിലേക്ക് വരാം. ഇന്തോനേഷ്യ ഒരിക്കൽ പോലും ഈ ഒരു AFC Under-20 കാറ്റഗറിയിൽ കളിച്ചിട്ടില്ലാത്തൊരു ടീമാണ് എന്നുള്ളതാണ്. എന്നാൽ ഏറ്റവും ഒടുവിൽ നടന്നിട്ടുള്ള ആസിയാൻ Under-19 ചാമ്പ്യൻഷിപ്പിന്റെ സെമി ഫൈനൽസിൽ എത്തിയിരുന്നു. 3rd പ്ലേസും ആകാൻ സാധിച്ചിരുന്നു. മ്യാൻമാറിനെതിരെയായിരുന്നു ആ ഒരു മത്സരം നടന്നിട്ടുണ്ടായിരുന്നത്. അത് ഒരു പെനാൽറ്റി ഷൂട്ടൗട്ടിലാണ് 3rd പ്ലേസ് നേടിയെടുക്കുന്നത്. ഈ ടൂർണമെൻറ്റിൽ ഫൈനലിസ്റ്റ് ആയിട്ടുള്ള വിയറ്റ്നാമിനെതിരെ കളിച്ചപ്പോൾ 4-0 പരാജയപ്പെടുകയായിരുന്നു. അതുപോലെ മലേഷ്യക്കെതിരെ 4-0 വിജയിക്കാൻ സാധിച്ചു. കംബോഡിയക്കെതിരെ 1-1 ഡ്രോ ആകാൻ സാധിച്ചു. എന്നാൽ ആസിയാൻ Under-19 ചാമ്പ്യൻസ് ആയിട്ടുള്ള തായ്ലൻഡിനെതിരെ ഏറ്റുമുട്ടിയപ്പോൾ 6-1 എന്ന് പറയുന്ന ഒരു വലിയ തോൽവി നേരിടേണ്ടി വന്നു എന്നുള്ളതാണ്. മറ്റൊരു ടീം തുർക്കമെനിസ്ഥാനാണ്. തുർക്കമെനിസ്ഥാനിലേക്ക് വരുന്ന സമയത്ത് അവരുടെ ഡാറ്റാസ് ഒന്നും വലുതായിട്ട് അവൈലബിൾ അല്ല. അവർ ഇതേവരെ ഈ ടൂർണമെൻറ്റിലൊന്നും പാർട്ടിസിപ്പേറ്റ് ചെയ്യാത്ത ടീമാണ് എന്നുള്ളതാണ് മനസ്സിലാക്കുന്നത്. ഉസ്ബെക്കിസ്ഥാൻ്റെ അത്രയും എന്താണെങ്കിലും ടഫാകാനുള്ള സാധ്യതയില്ല. അതുകൊണ്ട് തന്നെ ഉസ്ബെക്കിസ്ഥാനെതിരെ ഒരു വിജയമൊക്കെ നേടി വന്നുകൊണ്ട് ഈ ഒരു മത്സരം ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം വിജയിക്കാനാവുന്ന ഒരു മത്സരം തന്നെയായിരിക്കും എന്നുള്ളതാണ് ഏറ്റവും ഒരു പ്രതീക്ഷ വെക്കുന്നത്. മ്യാൻമാർ ആയിരിക്കും ഇന്ത്യക്ക് ഏറ്റവും ഒരു ടഫായിട്ട് വരുന്നുണ്ടാകുക. അവർ ഈ ഒരു AFC ടൂർണമെൻറ്റ്സിലെ കളിച്ചിട്ടുള്ള ടീമാണ്. നിലവിലെ അവരുടെ പെർഫോമൻസും നല്ലതാണ്. അതുപോലെ അവരൊരു ഹോസ്റ്റിംഗ് നേഷൻ നിലയിൽ നിൽക്കുന്ന ടീം കൂടിയാണ് എന്നുള്ളതാണ്. ഇപ്പം അവർ AFF ചാമ്പ്യൻഷിപ്പിൽ ലാവോസിനെതിരെ 6-0 വിജയം, തിമോർ-ലെസ്റ്റിനെതിരെ 7-0 വിജയമൊക്കെയാണ് ഗ്രൂപ്പ് സ്റ്റേജിൽ നേടിയിട്ടുണ്ടായിരുന്നത്. വിയറ്റ്നാമിനെതിരെ തോറ്റിരുന്നു 2-0. സെമി ഫൈനലിൽ തായ്ലൻഡിനെതിരെ 5-1 തോറ്റിരുന്നു. എന്നാൽ 3ാം സ്ഥാനത്തിന് വേണ്ടിയിട്ടുള്ള മത്സരമാണ് ഇന്തോനേഷ്യക്കെതിരെ വന്നത്. ആ ഒരു മത്സരം നിശ്ചിത സമയത്തിൽ സമനിലയാകുകയായിരുന്നു. എന്നാൽ പെനാൽറ്റി ഷൂട്ടൗട്ടിലാണ് ആ ഒരു മത്സരം ഇന്തോനേഷ്യ വിജയിക്കുന്നത് എന്നുള്ളതാണ്. 2019, 2013 റീസെൻ്റ് ആയിട്ട് ഇവർ AFC മത്സരങ്ങളിൽ കളിച്ചിട്ടുണ്ടായിരുന്നത്. അതാണെങ്കിലും അവസാനത്തെ മത്സരമാണ്, അതായത് 10-ാം തീയതി നടക്കുന്ന മത്സരമാണ്. ഒരു ഫൈനൽ മത്സരത്തിൻ്റെ ഒരു പ്രതീതിയൊക്കെ എന്താണെങ്കിലും ഉണ്ടാകുമെന്നുള്ളതാണ് പ്രതീക്ഷിക്കുന്നത്. അതുകൊണ്ട് തന്നെ ആദ്യത്തെ 2 മത്സരങ്ങളിൽ ഇന്ത്യക്ക് വിജയം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും വളരെ അനിവാര്യം തന്നെയാണ്. ആ ഒരു പ്രതീക്ഷ ഉണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ഉണ്ട് എന്നുള്ളതാണ്. കാരണം നല്ല രീതിയിലൊരു പ്രിപ്പറേഷനൊക്കെ കൊടുക്കാൻ സാധിച്ചിട്ടുണ്ട്. നല്ലൊരു പരിശീലനമുണ്ട്, നല്ല ബെഞ്ച് ഓഫ് പ്ലേയേഴ്സ് ഉണ്ട്. അതുപോലെ IWL 2 ഇത്തവണ കളിച്ചിട്ടുണ്ടായിരുന്നല്ലോ. IWL 2 നിന്ന് IWL പ്രൊമോട്ട് ആകാൻ സാധിച്ചിട്ടുള്ളൊരു ടീമാണ് ഇത് എന്നുള്ളതാണ്. സീനിയേഴ്സുമൊക്കെ ആയിട്ട് കോമ്പീറ്റ് ചെയ്ത്, അപ്പം ഒരു നല്ല പ്രിപ്പറേഷനോട് കൂടി തന്നെയാണ് വരുന്നത്. ഇനി എങ്ങനെ റിസൾട്ട് ഉണ്ടാക്കുമെന്നുള്ളത് നമുക്ക് അടുത്ത ദിവസങ്ങളിൽ തന്നെ അറിയാൻ സാധിക്കും. അപ്പോൾ നിങ്ങളുടെ ഒപ്പീനിയൻസ് എന്താണ്? തീർച്ചയായിട്ടും കമ്പോസർ സനിയ.